നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷെ അത് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ആ സമയത്ത് നമ്മുടെ മൂഡ് അങ്ങനെ ആയിപ്പോയി, അടിച്ചിട്ടായിപ്പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ് 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായി എല്ലാവരും വിളിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മൾ തിരക്കായതുകൊണ്ട് ആരെയും വിളിച്ചില്ല. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ +2 ചങ്ക് അഖിലാണ് വന്നത്. അഖിൽ വന്നു. അതിന് ശേഷം നമ്മുടെ യോഗയിലുള്ള കുറച്ച് പേരൊക്കെ വന്നായിരുന്നു. ഫുഡ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല ഫുഡ്, ഈ കാണുന്നൊന്നുമല്ല. മേടിച്ചു എല്ലാവരെയും കഴിപ്പിക്കണതിൻ്റെ തിരക്കിൽ ഞാൻ കഴിക്കാൻ വിട്ടുപോയി. പക്ഷേ ഞാൻ വേറെ സാധനം ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേയിരുന്നു. കഴിച്ച് ഞങ്ങൾ പോയി ഡാൻസ് ചെയ്തു. ഭയങ്കര ഡാൻസൊക്കെ തന്നെയായിരുന്നു. പിന്നെ ന്യൂ ഇയർ അടിപൊളി അറിയാമല്ലോ. അപ്പോൾ ദുബായിയുടെ കുറേ സൈറ്റുകളുണ്ട് ന്യൂ ഇയർ ആഘോഷിക്കണേ. അതിൽ ഈ പ്രാവശ്യം ദുബായ് ഫ്രെയിം ഓരോ വർഷം കഴിയും തോറും വേറൊരു രാജ്യം പോലെയാണ് അവർ ഈ ഫയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സൂപ്പർവായിരുന്നു, കളർഫുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ ഡാൻസ് ചെയ്തു. ഞാനെങ്കിലും തുള്ളി, എനിക്ക് തന്നെ അറിയില്ല എന്തോരം തുള്ളിയെന്നുള്ളത്. എവിടെയൊക്കെ തുള്ളിയെന്ന് എനിക്ക് തന്നെ ചേച്ചിമാർ പറയുന്നത് ഞാൻ ഓർക്കുന്നു. കുറേ സ്ഥലത്ത് തുള്ളി. ഞങ്ങളുടെ മൊബൈലൊക്കെ പോയി പിറ്റേഴ്സിയാണ് മൊബൈലൊക്കെ കിട്ടുന്നത്. പിന്നെ രസകരമായിരുന്നു, ഭയങ്കര രസകരമായ പരിപാടി. ഇത് വെള്ളമാണ് കുടിക്കുന്നത്, പക്ഷേ ഇത് അടിയല്ല. പിറ്റേ ദിവസമായപ്പോൾ തന്നെ രാവിലെ അവന് കരിക്കും എനിക്കും കരിക്കും ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചു. കാര്യം എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, നമ്മൾ വിളിച്ച് വരുമ്പോൾ അവരുടെ കാര്യം കൂടി നമ്മൾ സ്പെഷ്യൽ നോക്കണം. ഞാൻ പൊതി ബിരിയാണി കഴിച്ചു, ചിക്കൻ ബിരിയാണി, അവന് പൊതിച്ചോറ് വാങ്ങിച്ചു. ബാക്കി എല്ലാവരും തിരിച്ചു പോയായിരുന്നു രാത്രി തന്നെ, ഞാനവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊതിച്ചോറാണ് അവൻ കഴിച്ചത്. നോക്കണ്ടോ? പൊതി ബിരിയാണി കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വിളിച്ചായിരുന്നു, മൊബൈൽ പോയായിരുന്നു അവൻ്റെ. അപ്പോൾ മൊബൈൽ തപ്പിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചപ്പോൾ ഒരു ബായിനെയാണ് കിട്ടിയത്. ബായി പറഞ്ഞാൽ തുള്ളിയ സ്ഥലത്ത് തന്നെ വരാൻ പറഞ്ഞു. ഏതവനാണെന്നറിയില്ല. ഞങ്ങൾ ഞങ്ങളപ്പോൾ പിറ്റേ ദിവസം അവിടെ ചെന്ന് മൊബൈലൊക്കെ വാങ്ങിച്ചു. അവൻ്റെ ഒരു 100 ദിർഹംസ് ടിപ്പും കൊടുത്തു. ടിപ്പല്ല കൊടുത്തിട്ട് ഞങ്ങളിവിടെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് കയറി. കാര്യം അഖിലിനെ പറഞ്ഞു വിടണമായിരുന്നു വീട്ടിലേക്ക്. ചായയും പപ്സൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നൈസായിട്ട് അവിടെ ഇരുന്ന് വിട്ടു. പിന്നെ വീഡിയോസ് കുറച്ച് എടുത്തായിരുന്നു അൽസീഫിലേക്ക്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയതൊക്കെ. നൈസായിരുന്നു, പക്ഷേ ഇച്ചിരി കുറച്ച് ലേറ്റായിപ്പോയി.